നമസ്കാരം. ക്രിസ്ത്യാനികളുടെ പിരിവും വോട്ടും കാര്യക്ഷമമാക്കാനുള്ള കേരള ബി.ജെ.പി. നേതൃത്വത്തിന്റെ സ്നേഹയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കേണ്ടതില്ല എന്നും ന്യൂനപക്ഷ മോർച്ചയെ വളർത്തിയാൽ അത് തങ്ങളുടെ കസേരകൾക്ക് ഭീഷണിയാണെന്നും പ്രസ്താവന നടത്തിയ ബി.ജെ.പി. കൊടകര കുഴൽപ്പണ കൊള്ളക്കേസിലും കാസർഗോഡ് സുന്ദരയുടെ സ്ഥാനാർത്ഥിത്വം പണം നൽകി പിൻവലിപ്പിച്ച കേസിലും വയനാട്ടിൽ സി.കെ. ജാനുവിന്റെ കേസിലും ആരോപണ വിധേയനായ കെ. സുരേന്ദ്രൻ നയിക്കാൻ തുടങ്ങിയതോടെ തകർന്ന് തരിപ്പണമായി. പിണറായി വിജയനെതിരായ ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത്, സഹകരണ ബാങ്ക് കൊള്ള തുടങ്ങിയ കേസുകൾ CPM പ്രതിരോധിക്കുന്നത് കെ. സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ മുൻനിർത്തിയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 16% വോട്ടുകൾ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 12% വോട്ടിലേക്ക് കൂപ്പുകുത്തിയത് തന്നെ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. പിന്നീട് വന്ന തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിലും 8% വോട്ടുകൾ പോലും കിട്ടാതെ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ദയനീയമായി തോറ്റു. ബി.ജെ.പിയിലെ സ്ഥിരം തോൽക്കുന്ന സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ തോൽക്കാനാണെന്നത് പരസ്യമായ രഹസ്യമാണ്. തിരഞ്ഞെടുപ്പിനായി കേരളം മുഴുവൻ നടത്തുന്ന പിരിവും ദേശീയ നേതൃത്വം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ടും വേണ്ട വിധത്തിൽ ചെലവാക്കാതെ തട്ടിയെടുക്കുന്നതിനാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ. ബി.ജെ.പിയുടെ ഈ സ്നേഹയാത്രയിൽ ഒരു ക്രിസ്ത്യാനി പോലുമില്ല എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം. ബി.ജെ.പിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്ന ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ചവിട്ടി പുറത്താക്കിയ ബി.ജെ.പി. നേതൃത്വം കഴിവും സത്യസന്ധതയുമുള്ള ഒരു ന്യൂനപക്ഷാംഗത്തെ പോലും നേതാവാക്കി വളർത്താൻ തയ്യാറായില്ല എന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ ഒഴിവാക്കി സ്നേഹയാത്ര നടത്താനാണ് കേരള ബി.ജെ.പി. നേതൃത്വത്തിന് താല്പര്യം. ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് അവസരവാദിയായ KS രാധാകൃഷ്ണനാണ് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ക്രിസ്ത്യൻ സഭകൾക്കെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും അധിക്ഷേപിച്ച പ്രസ്താവന നടത്തിയിട്ടുള്ള ഈ അധികാര മോഹിയെയാണോ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ പാട്ടിലാക്കാൻ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം കണ്ടെത്തിയത്? ബിഷപ്പുമാരെ കണ്ട പുറത്തിറങ്ങിയാലുടൻ ആ ബിഷപ്പിനെ തന്നെ പച്ചയ്ക്ക് തെറി പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത പല ബിഷപ്പുമാർക്കും നേരിട്ട് അറിവുള്ളതാണ്. എന്നിട്ടും ബിഷപ്പുമാർ ഇവരെ സ്വീകരിക്കുന്നുവെങ്കിൽ അതാണ് ക്രിസ്ത്യാനിയുടെ മര്യാദ. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന്റെ മഹനീയ മാതൃക അത് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്ത്യാനി എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് PSC ചെയർമാനും കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പദവിയും നേടിയെടുത്ത ശേഷം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും മനസ്സിലാക്കി മറുകണ്ഠം ചാടിയ ഈ വർഗീയവാദി ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കണ്ടാൽ അവർ ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ചിന്തിക്കാൻ ബി.ജെ.പി. നേതൃത്വം മന്ദബുദ്ധികളാണോ? ബി.ജെ.പി. നേതൃത്വം മന്ദബുദ്ധികളല്ല, കുരുട്ടുബുദ്ധികളാണെന്ന് നിസ്സംശയം പറയാം. കാരണം ക്രിസ്ത്യാനികൾ ഒരിക്കലും ബി.ജെ.പിയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വം ഉത്തമ ക്രിസ്ത്യൻ വിരോധിയെ തന്നെ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കാണാൻ നിയോഗിച്ചത് വെറുതെയല്ല. ഒരു ന്യൂനപക്ഷ സമുദായാംഗവും ബി.ജെ.പിയിലേക്ക് വരേണ്ടതില്ല എന്നത് തന്നെയാണ് കേരള ബി.ജെ.പിയുടെ നയം. പ്രത്യേകം ശ്രദ്ധിക്കണം, കേരള ബി.ജെ.പിയുടെ നയമാണിത്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ പിരിവും വോട്ടും വേണം. ന്യൂനപക്ഷങ്ങളുടെ പിരിവില്ലെങ്കിൽ കേരള ബി.ജെ.പിക്ക് നിലനിൽക്കാനാവില്ല. ഡിജിറ്റൽ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് ബി.ജെ.പിയുടെ പിരിവുകൾ ഡിജിറ്റൽ ആക്കിയാൽ ഇതോടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം കുത്തുപാളയെടുക്കും. ന്യൂനപക്ഷ മോർച്ചയെ വളർത്തേണ്ടതില്ല എന്ന് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രഖ്യാപിച്ച ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ന്യൂനപക്ഷ മോർച്ചയെ നയിക്കുന്നിടത്തോളം കാലം കേരള ബി.ജെ.പിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയും ഉണ്ടാകില്ല. പഴയ ന്യൂനപക്ഷ സമുദായാംഗങ്ങളെ വെട്ടിനിരത്തിയതുപോലെ പുതിയ ന്യൂനപക്ഷ സമുദായാംഗങ്ങളെയും വെട്ടിനിരത്തേണ്ട സമയത്ത് വെട്ടിനിർത്തുക തന്നെയാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ അജണ്ട. ഇതിന് എല്ലാ പിന്തുണയും നൽകി ക്രിസ്ത്യാനികളെ ഒറ്റുകൊടുക്കാൻ മറ്റൊരു ക്രിസ്ത്യൻ നാമധാരിയായ ജോർജ് കുര്യനും സംസ്ഥാന നേതൃത്വത്തിലുണ്ട് എന്നതാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ശക്തി. ഇതിനെല്ലാം പിന്തുണ നൽകുന്ന പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി മോഹി മാത്രമായ നോബൽ മാത്യുവും മറ്റൊരു ക്രിസ്ത്യാനി പോലും ബി.ജെ.പിയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്.
ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും BJP കോട്ടയം ജില്ലാ അധ്യക്ഷനായിരുന്നപ്പോഴും തികഞ്ഞ ന്യൂനപക്ഷ വിരോധിയായിരുന്ന നോബൽ മാത്യു തന്റെ പിന്തുണച്ച് നിന്ന ന്യൂനപക്ഷങ്ങളെ പോലും പരമാവധി ഊറ്റിയെടുത്ത പാരമ്പര്യമുള്ള സ്വാർത്ഥ മോഹിയാണ്. ഇവരെ മുൻനിർത്തി ഇവരെ പോലുള്ളവരാണ് ന്യൂനപക്ഷങ്ങൾ എന്ന ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന BJP സംസ്ഥാന നേതൃത്വത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന സഭാ നേതൃത്വം ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് 2 വർഷം മുമ്പ് ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയും തന്റെ വിശ്വാസി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചപ്പോൾ ബിഷപ്പിനെ പിന്തുണയ്ക്കാനും സംരക്ഷണം നൽകാനും ഒരു BJP-കാരനും ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പാലാ ബിഷപ്പിനെ പിന്തുണച്ച ഐക്യദാർഢ്യ റാലിയോ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയ സുഡാപ്പികൾക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളോ നടത്തുന്നതിനെ വിലക്കി ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയും ക്രിസ്ത്യാനികളെ BJP-യുടെ പടിക്ക് പുറത്തു നിർത്തുന്നതിനാണ് തന്നെയാണ് ശ്രമിച്ചത്. അതുകൊണ്ടായിരിക്കാം പാലാ രൂപതാംഗമായ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ശ്രമിച്ചിട്ടും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പാലാ രൂപതാധ്യക്ഷനെ സന്ദർശിക്കാൻ അനുമതി ലഭിക്കാതിരുന്നത്. കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ലോകാരാധ്യനായ BJP-യുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് സംരക്ഷണം നൽകുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ ശത്രു രാജ്യങ്ങളുടെ ഭീഷണികളെ നേരിടുന്ന പ്രതിരോധ സേനയെ നയിക്കുന്ന രാജ്നാഥ് സിംഗിനെയും നമ്മൾ ബഹുമാനിക്കുമ്പോഴും കേരള BJP-യെ നയിക്കുന്ന നേതൃത്വത്തെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തോടെ കാണാനാകുക? ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കളെ പിന്തുണയ്ക്കുന്നതും അവസരം നൽകുന്നതും നമുക്ക് തന്നെ പാരയാകുമെന്ന അനുഭവം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, ഏറെയുണ്ട്. ആരംഭ ശൂരത്വമുള്ള ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകർ എല്ലാ ഇലകളും പഴുക്കുമെന്നത് മറക്കരുത്. കേരളത്തിൽ BJP വളരണമെങ്കിൽ അത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ബാക്കിയെല്ലാം കേന്ദ്ര നേതൃത്വത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാനുള്ള അടവുകൾ മാത്രമാണെന്നും ഓർത്തുവെക്കേണ്ടതാണ്. നന്ദി.